ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. ഇത് ഞാൻ ആ ചെടികളുടെ ഗാർഡനിങ് ഇട്ടില്ലേ, അന്നത്തെ ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എല്ലാം കൂടി വലിയൊരു വീഡിയോ ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ഇട്ട വീഡിയോയാണ്. കാലത്ത് ഒരു 2:42 ഉറങ്ങിയിട്ടില്ല. പിന്നെ ഒരു 2:40 വരെയൊക്കെ 2:30 വരെയൊക്കെ കിടന്ന് നോക്കി. എന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ എഴുന്നേറ്റ് പല്ല് തേച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ ഇട്ടിരുന്ന് ചായയൊക്കെ കുടിക്കുവാണ് കേട്ടോ. ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പിന്നെ പകൽ നമുക്ക് രാത്രി കഴിച്ചു കൂട്ടണമല്ലോ. അപ്പോൾ പിന്നെ അന്ന് രാവിലെ തുടങ്ങി. അപ്പോൾ വിചാരിച്ചു വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളും ഇതൊക്കെ ആദ്യമേ അങ്ങ് എംപ്റ്റി ചെയ്യുവാണ്. പിന്നെ എന്താ പറയുന്നത്, ഡിഷ് വാഷറൊക്കെ എംപ്റ്റി ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യമേ തന്നെ പറയുവാണ്, എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, ഒന്ന് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇത് ചാനലിന് ഒരുപാട് ബെനിഫിറ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ അത് പറയുന്നത്. അപ്പോൾ കാലത്ത് ഞാൻ ഡിഷ് വാഷറിലൊക്കെ പാത്രങ്ങളും അല്ലാതെയുള്ള പാത്രങ്ങളൊക്കെ എംപ്റ്റി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടിൻ്റെ അകത്തുള്ള എല്ലായിടത്തെയും പൊടി ഇങ്ങനെ അടിച്ച് കളയാറുണ്ട് കേട്ടോ. ഒത്തിരി ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം വരാറില്ല. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ഇപ്പോൾ നമ്മുടെ ആ ഓൾട്ടറിൻ്റെ അവിടെയുള്ള പൊടി, പിന്നെ ഷോക്കേസിലെ പൊടി, അതൊക്കെ അടിച്ചു വാരി കളയാറുണ്ട്. പിന്നെ എല്ലാ റൂംസിലെയും അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുണ്ടല്ലോ, ഈ വാഷ് ബേസിനൊക്കെ അത് എല്ലാ ദിവസവും കഴിവതും ഞാൻ കഴുകിയിടാറുണ്ട്. ഇല്ലേ പിന്നെ അത് എപ്പോഴും ഇങ്ങനെ നമ്മൾ കഴുകുന്നതൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ വന്ന് അത് പിന്നെ അതിൻ്റെ ഇത് പിന്നെ 2-3 ദിവസമൊക്കെ ആകുമ്പോൾ പിന്നെ കഴുകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഡെയിലി ഞാൻ അതൊക്കെ കഴുകി അതിൻ്റെ ചുറ്റിനുമുള്ള വോളൊക്കെ തുടച്ച് വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോഴും ഒരു മാസത്തിലൊരിക്കലൊക്കെ ആയിട്ടൊരു ഡീപ്പ് ക്ലീൻ എന്നും പറഞ്ഞിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്തു പോവുമല്ലേ. അപ്പോൾ ഒരു വലിയ ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യം വരില്ല. അത് കഴിഞ്ഞ് ഈ റൂം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ പുള്ളി പൊതുവേ ആണുങ്ങളുടെ സ്വഭാവം, എല്ലാ ആണുങ്ങളും ഒരുപോലെ ഒന്നുമില്ല, പക്ഷേ പുള്ളി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേലുണ്ടാകുന്ന പേപ്പേഴ്സും അതും ഇതുമൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിടും. എനിക്ക് അങ്ങനെയൊന്നും കാണുന്നത് എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാനെപ്പോൾ അവിടെ അടിച്ചു വരാൻ വരുമ്പോഴത്തേലും അവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ചൊക്കെ ഇടാറുണ്ട്. പിന്നെ പുള്ളി അപ്പോൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതെൻ്റെ ഇളയ മോളുടെ ബെഡ്റൂമാണ്. ഇപ്പോൾ പുള്ളി ഇത് ഓഫീസ് റൂമായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് വന്നപ്പോൾ ഈ റൂം ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല, ഇത് എൻ്റെ മൂത്ത ആളുടെ റൂമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ഇട്ടേക്കുവാണ്. ഗസ്റ്റ് ആരെങ്കിലും വരുന്നെങ്കിൽ കിടക്കും. അപ്പോൾ അതിലെ ബെഡ്ഷീറ്റ് അങ്ങനെ എപ്പോഴൊന്നും മാറ്റാറില്ല. എന്നാലും കുറച്ച് നാളായതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. അപ്പം ബെഡ്ഷീറ്റ് മാറ്റുന്നതിന് മുന്നേ തന്നെ എല്ലാ പ്രാവശ്യവും എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റ് മാറ്റുന്നതിന് മുന്നേ ഞാൻ ആ ഫാനിലെ പൊടിയും കൂടെ അടിച്ച് കളയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുകയല്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ പൊടിയൊക്കെ വീണാലും വലിയ പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റ് പുതിയതായിട്ട് വിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിലെ പൊടി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നല്ല ഷീറ്റിലോട്ട് ഈ അഴുക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതുമൊക്കെ ചെയ്തു. പിന്നെ അവിടെയും ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പൊടി തുടച്ച് വയ്ക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ദിവസം നമ്മൾ അടിച്ചു വരുമ്പോഴത്തേലും ഒരു എന്താ പറയുന്നത്, ഓരോ റൂമിലും കയറുമ്പോൾ ഒരു 2 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും ഇങ്ങനെ ഒന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ പൊടിയുടെ ആ ഒരു ഇത് വളരെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാനങ്ങനെ തന്നെയാണ് ആ സൈഡ് ടേബിളും ഇതൊക്കെ തുടച്ചിട്ട് അത് നീറ്റാക്കി അവിടെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ അടിച്ചു വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇത് സിറ്റ് ഔട്ടിലെയാണ്, അവിടെയുള്ള ആ ടേബിളും ടീപ്പോയും പിന്നെ ആ സോഫയൊക്കെ അത് വാക്യൂം ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ട് പൊടി അടിച്ചത് കൊണ്ട് അതിൻ്റെ പുറവും അതും വെച്ചിട്ട് പൊടി അടിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് വെച്ചിട്ട് അതിലെ പൊടി തട്ടിക്കളയാറുണ്ട്, അല്ലെങ്കിൽ വാക്യൂം ചെയ്യാറുണ്ട്. എപ്പോഴും വാക്യൂം ക്ലീനറൊക്കെ എടുക്കാനായിട്ട് ഇത്തിരി മടി കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എളുപ്പപ്പണികളും ചെയ്യാറുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വീടും ഫുള്ളൊന്ന് അടിച്ചു വാരി ഇടുവാണ്. അടിച്ചു വാരി ഇടുന്നതേ ഉള്ളൂ, ഞാനിന്ന് തുടയ്ക്കുന്നൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ വീഡിയോയിലും കണ്ടില്ലേ. ഇന്നത്തെ ഈ ഇതിലെ പണികൾ കൂടാതെയാണ് പിന്നെ എനിക്ക് ഗാർഡനിങ്ങും പരിപാടിയും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൂടി ആകുമ്പോൾ, തുടപ്പും എല്ലാം കൂടി ആകുമ്പോഴത്തേൽ ചിലപ്പം ഞാനങ്ങ് കിടപ്പിലായി പോവും. അല്ലാതെ തന്നെ ചില ദിവസങ്ങളിൽ വയ്യാണ്ടായി പോവാറുണ്ട്. ഹെൽത്തിന് അത്രയും ഒരു ഹെൽത്ത് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പെട്ടെന്ന് എൻ്റെ ബോഡിയിൽ ഇങ്ങനെ പെയിനും കാര്യങ്ങളൊക്കെ വരും. എന്നാലും നമ്മളിങ്ങനെ ആ പെയിനും ഒക്കെ ആണെന്നും പറഞ്ഞ് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ഇരട്ടിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ബോഡിക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുന്ന വേദനകൾ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ റെസ്റ്റിംഗ് പൊസിഷനിലാണ് ബോഡിയെങ്കിലാണ് എനിക്ക് കൂടുതൽ വേദന ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് അറിയത്തില്ല. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഇപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹസ്ബൻഡ് ഞാനും മാത്രമായതുകൊണ്ട് മക്കൾ എപ്പോഴും വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അവരൊക്കെ പോയപ്പോഴത്തേൽ, ഹസ്ബൻഡും പോയി കഴിയുമ്പോഴത്തേലും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പം ആ ഒരു ലോൺലിനെസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ഉള്ളവർക്ക് അത് മനസ്സിലാകും. അപ്പോൾ ആ ഒരു ലോൺലിനെസ്സിൽ നിന്നും കൂടെ എന്താ പറയുന്ന ഒരു മോചനം എന്നോണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ഞാൻ അതൊന്നും അങ്ങനെ ഫീൽ ചെയ്യാറില്ല. കാരണം കുറേ പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേലും നമ്മൾ കുറച്ച് ടയേർഡാവും, പിന്നെ കിടക്കും. പിന്നെ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പം അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസ് ഓവറൊക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്ക് സമയം അങ്ങ് പോയി കിട്ടും. അപ്പം അതൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്നെ ബിസിയാക്കി വെക്കുന്നത്. പിന്നെ എൻ്റെ ബെഡ്റൂമിൽ അടിച്ചൊക്കെ വാരി, പക്ഷേ ഇതുപോലെ പൊടിയൊക്കെ അടിച്ചു. ഞാനത് എടുക്കത്തില്ല, കാരണം ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അകത്തുള്ള വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു, വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്നത്തെ തംബ്നെയിലിൽ ഞാൻ ഇട്ടിരിക്കുന്നത് പോലെ ഇന്ന് ഡാനി ഇക്രുവും കലിപ്പിലാണ്. കാരണം എന്താണെന്നറിയോ, ഇവർക്ക് ഈ കുളിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അത് എനിക്ക് തോന്നുന്നു പക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അവന്മാർക്ക് കുളിക്കുന്നത് തീരെ ഇഷ്ടമില്ല. ഞാൻ പക്ഷേ ഇവന്മാരെ കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിലൊന്നും കുളിപ്പിക്കത്തില്ല. കാരണം ഈ ഡാനിക്കുട്ടനാണെ നിന്നങ്ങ് വിറയ്ക്കും. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുവേ. അതുകൊണ്ട് ഞങ്ങൾ ചൂടുവെള്ളത്തിൽ തന്നെയാണ്, ഒരുപാട് ഭയങ്കര ചൂടല്ല, എന്നാലും ഒരു ആവറേജ് ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. എന്നാലും ഇഷ്ടമല്ല ഇവന്മാർക്ക്. കാരണം ഞാൻ പല്ല് തേപ്പിക്കും. പിന്നെ ഇപ്പോഴാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇവന്മാരുടെ ബോഡി ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫ്ലേക്സ് ഒക്കെ വീഴുന്നത് കൊണ്ട് എണ്ണ ഇട്ടിട്ട്, ഡോക്ടർ തന്നെ പറഞ്ഞു തന്ന എണ്ണയാണേ, അപ്പോൾ ആ എണ്ണയിട്ട് കുളിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എണ്ണയൊക്കെ ഇട്ട് 1.5 മണിക്കൂറൊക്കെ നിർത്തിയിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും അവന്മാർക്കുണ്ട്. അപ്പോൾ അവർക്ക് ആകെ ഞാൻ കുളിപ്പിക്കാനായിട്ട് വരുമ്പോഴത്തേലേ അവർക്ക് ദേഷ്യം വരും. അവർ എന്താ പറയുന്നത്, അവർക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവരെന്നെ തീർച്ചയായിട്ടും തെറി വിളിച്ചേനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എണ്ണയിടുന്നതിൻ്റെ ഇടയിലുള്ള ബഹളമാണ് കേട്ടോ. കാലിലൊക്കെ എണ്ണ ഇട്ടപ്പോഴത്തേലും ഇക്രു തെന്നിയൊക്കെ പോവുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും എണ്ണ ഇട്ടിട്ട് ഇതുപോലെ കൂട്ടിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെയുള്ള ചെടികളുടെ പണികൾ മുഴുവൻ ചെയ്തത്.
അത് മുഴുവൻ ചെയ്ത് അവിടെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇവന്മാരെ കുളിപ്പിക്കാനായിട്ട് കയറിയത്. ഞാൻ വിചാരിച്ചൊരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ ചെടികളൊക്കെ വൃത്തിയാക്കി അവിടുത്തെ ആ ചെടിയൊക്കെ വെട്ടി ആ കളകളൊക്കെ പറിച്ച് കളയുമ്പോഴത്തേലും ഏതാണ്ട് അത്രയും സമയം ആവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല, ഒത്തിരി സമയം എടുത്തു കേട്ടോ. അവന്മാർ പാവം ഒരുപാട് കഷ്ടപ്പെട്ടു പോയി. എണ്ണയിട്ടിങ്ങനെ നിൽക്കുമ്പോഴേ അവരുടെ ബോഡിയിലും എണ്ണയിടുമ്പോഴത്തേലും അതിൻ്റേതായ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും അവന്മാർ കലിപ്പിലായിപ്പോയി. എന്നിട്ട് ഞാൻ ആദ്യം ഡാനിനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇക്രുവിനെ കുളിപ്പിക്കുകയാണ്. ഇക്രുവിനെ കുളിപ്പിക്കുമ്പോഴത്തേലും ഇക്രു പിന്നെയും നിന്ന് തരും. പിന്നെ ഇപ്പോൾ ഇക്രുവിൻ്റെ ബോഡിയിൽ കുറച്ച് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു ആപ്സസ് ഒക്കെ വന്നിട്ട് അതിങ്ങനെ പൊട്ടുന്നൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേലും ഡോക്ടറിനെ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് സെപ്പറേറ്റ് ഒരു വെറ്റിനറി ഡോക്ടറുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ, വീട്ടിൽ തന്നെ വന്ന് നോക്കുന്ന ഡോക്ടർ ഇപ്പോൾ USA-ലാണ്. അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറിനെ വാട്സാപ്പ് ചെയ്ത് ചോദിച്ചു. മരുന്നൊക്കെ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. അത് ഇന്നു മുതൽ കൊടുത്തു തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡാനിയുടെയും ഇക്രുവിൻ്റെയും കാര്യങ്ങൾ. അങ്ങനെ അവരെ കുളിപ്പിച്ച് തുടപ്പിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് അവർക്ക് രാവിലെ ഭക്ഷണം കൊടുക്കേണ്ടതായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർക്ക് പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തത്. എന്നിട്ടാണ് ഞാൻ പിന്നെ പോയി കുളിക്കുകയും ഒക്കെ ചെയ്തത്. ഭക്ഷണം കഴിക്കാനൊക്കെ അങ്ങ് ദേഷ്യം പിടിച്ച് നിൽക്കുക, കാരണം കുളിപ്പിച്ചതിൻ്റെ ദേഷ്യമേ. അതുകൊണ്ട് കഴിക്കാനായിട്ടൊക്കെ ഇക്രുവിനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയ വഴിക്ക് കഴിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.